ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് ഗൾഫ് പര്യടനം തുടങ്ങാനാണ് മുഖ്യമന്ത്രി പദ്ധതിയിട്ടിരുന്നത്. സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി നവംബർ 9-ന് പര്യടനം സമാപിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക യാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി അനിവാര്യമാണ്. യാത്രാനുമതി തേടിയുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് അനുമതി നിഷേധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അനുമതി നിഷേധിച്ച വിവരം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് അനുമതി നിരാകരിച്ചിരിക്കുന്നത്. യാത്രാനുമതി നിഷേധിച്ചെന്ന 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. അനുമതി ലഭിക്കാൻ വീണ്ടും ശ്രമം നടത്തുന്നുണ്ടെന്ന സൂചനയും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുണ്ട്. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയിലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെയൊരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ വ്യക്തമാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ നടത്തുന്ന ഗൾഫ് പര്യടനം രാഷ്ട്രീയ പര്യടനത്തിലാണോ എന്ന് സംശയമാകാൻ കാരണമെന്നും പറയപ്പെടുന്നു. പ്രളയകാലത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കാൻ ഗൾഫ് യാത്രയ്ക്ക് അനുമതി ചോദിച്ചപ്പോഴും നിഷേധിച്ചിരുന്നു. ഗൾഫിലെ മലയാളി സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇത്തവണ മന്ത്രി സജി ചെറിയാനൊപ്പം മുഖ്യമന്ത്രി ഗൾഫ് പര്യടനം നടത്തുന്നത്.